ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ദീപ്തി സീതത്തോട് പുള്ളിക്കാരത്ത് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോയിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഇട്ട ഒരു വീഡിയോ, ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അടിച്ചാക്ഷേപിക്കാൻ തരത്തിൽ എന്തോ ഞാൻ ഇട്ട് തരുന്ന അരി നീയൊക്കെ തിന്നോടാ എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എല്ലാവരുടെ അടുത്തും കാണണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സമാധാനത്തിന് വേണ്ടി ചെയ്ത് മാത്രം ഒരു വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തിരിച്ചു വെച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോ കുഴപ്പമില്ല. എഴുതി കൊടുത്ത പരാതി, ആളുകളുടെ പേര്, പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് കുറച്ച് കാണിച്ചു തരാവേ. ബാക്കിയെല്ലാം കാണിക്കാല്ലോ അല്ലെ, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കേസ് കൊടുത്തതിന്റെയാണ്. പിന്നെ ആദ്യം തന്നെ പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന 2 പരാതിയാണ്. ഇവർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ അല്ലെങ്കിൽ ഇവരെ വിമർശിച്ച യൂട്യൂബേഴ്സിനെതിരെ കൊടുത്ത ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട ആളുകൾക്കും എതിരെ കൊടുത്ത പരാതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ഇവരെ നല്ല രീതിയിൽ വിമർശിച്ച ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബറാണ്. ഓരോ യൂട്യൂബേഴ്സിനും അവരുടേതായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോയും ഡാനി ചെയ്ത വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവർ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഡാനി ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അവന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചപ്പോൾ അതിനകത്ത് എന്തോ ഒരു വശപ്പശക അവന് ഫീൽ ചെയ്തു. അവൻ ആ ഒരു കാര്യം ആ ഒരു വീഡിയോയിൽ പറഞ്ഞു. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം എന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ല അവന്റെ പെർസ്പെക്റ്റീവ്. പക്ഷെ ആ ഒരു നെഗറ്റീവ് സാധനം ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവനെതിരെ പരാതി കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കി വന്ന കമന്റ്സ് എനിക്ക് തോന്നുന്നു വൾഗർ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവണം, മേ ബി തെറി വിളിച്ചുള്ള കമന്റ്സ്. അതിനൊക്കെ എതിരെ മോശമായിട്ട് ആര് പറഞ്ഞാല് നമ്മൾക്ക് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് വെച്ചിട്ട് വേണം ക്രിട്ടിസൈസ് ചെയ്യാൻ. അല്ലാതെ തെറി വിളിക്കുക, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ എതിരെ കർശനമായിട്ടും പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നാൽ ഡാനിയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഇവരെ മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചൊവ്വയോട് കൂടി സംസാരിക്കുകയുണ്ടെന്നും ഇടമുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഓട്ടോറിറ്റീസ് എന്തായാലും ബാക്കി വീഡിയോ കാണാം. എന്റെ മാത്രം സഹായത്തിലല്ല പോകുന്നത്, ഞാൻ കോടതിയുടെയും കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്. എനിക്ക് എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് ചില റിയാക്ഷൻ വീഡിയോക്കാരിരുന്ന് തെണ്ടുക. പിന്നെ ദിത്യയുടെ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ, അവരുടെ പഴയ വീട് എവിടെയാന്നൊന്ന് പറയുമോ, ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചോളൂ. ഒരു തുള്ളി തരൂ, ഒരു ശകലം തരൂ. എന്തിനാ ഇങ്ങനെ തരുത്? ഏതവനാടാ ഇത്രയും നാറി? ഇത്രയും ഗതികെട്ടവൻ ഏതവനാടാ? നിനക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലേ? ചുമ്മാ ബാക്കിയുള്ളവന്മാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഗതികെട്ടവൻ ആരാടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ഇതിന്റെ ഒക്കെ പുറകെ തണ്ടാൻ പോകുന്നേ? വേറെ പണിയൊന്നും ഇല്ലേ നിനക്കൊന്നും? നാറികള്. ഞാൻ പെട്ടത് 2 റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. 2 റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരാള് എന്നെ നല്ല രീതിയിൽ ഹറാസ് ചെയ്യാവുന്നിടത്തോളം ചെയ്തു. ഒന്ന് ഡാനി സത്യനാണ്. മറ്റൊരു വ്യക്തി ആരാണെന്ന് എനിക്ക് തോന്നുന്നു മേ ബി മൂപ്പനാവാനാണ് ചാൻസ്. കാര്യം മൂപ്പനാണ് ഇവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഡാനി സത്യനും മൂപ്പനും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മേ ബി ഇവർ രണ്ടുപേരുടെയും കാര്യമായിരിക്കണം ഇവർ ഈ വന്നിരുന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മൂപ്പ ഐ എം സോറി. എനിക്ക് തോന്നിയൊരു സംശയമാണ് പറഞ്ഞത്. നമ്മള് ചാനലുകാർക്ക് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല, അതിന്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമന്റ്സിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം. അതിന് ഹാർട്ട് കൊടുക്കുക, അതിനെ കൊണ്ട് പിൻ ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യം. ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇതും എനിക്ക് തോന്നുന്നു ഡാനിയെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ ഡാനിയുടെ പല വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടി വരുന്ന കമന്റ്സ് ശ്രദ്ധിച്ചാൽ മതി. ഇവനെ തെറി വിളിക്കുന്ന കമന്റിന് വരെ ഇവൻ ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു എനിക്കറിയാൻ പാടില്ല ഇവൻ എന്തിന്റെ കേടാണെന്ന്. പിന്നെ വൾഗർ കമന്റ് മാന്യമായിട്ടുള്ള യൂട്യൂബേഴ്സ് എടുത്ത് പിൻ ചെയ്ത് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരുത്തരം തന്തയ്ക്ക് വിളിക്കാൻ തള്ളയ്ക്ക് വിളിക്കുന്ന, അല്ലെങ്കിൽ മോശമായിട്ട് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സെക്ഷലി എന്തെങ്കിലും ഡിനോട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ പറയുന്ന കമന്റ് ഏതെങ്കിലും എടുത്ത് പിൻ ചെയ്ത് വെക്കൂടെ എനിക്കറിയില്ല. അങ്ങനെ പിൻ ചെയ്ത് അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. എന്റെ അറിവിൽ അവൻ അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അവനെടാ എല്ലാം വെച്ചിട്ടുണ്ടോടെ, നീ ഉണ്ടെങ്കിൽ അനുഭവിച്ചോ, എനിക്കത് പറയാനുള്ളൂ. അതിന് പ്രത്യേകിച്ചും മറ്റൊരിടത്ത് ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നതെങ്കിൽ, ആ നന്നാക്കുന്ന കാര്യത്തില് നമ്മളെ പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി നിങ്ങൾ നന്നാക്കുമല്ലേ, നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ. ഇവിടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്കുക.
ഞാൻ ഇവരുടെ ചാനലിൽ വന്ന 2 വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ വീഡിയോ ഒരു ആദിവാസി പെൺകുട്ടി പ്രഗ്നന്റ് ആയി, എന്ന് വെച്ചാൽ മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്നും പറഞ്ഞ് ഇവർ ചെയ്ത വീഡിയോ. അത് സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ദീപ്തി സീതത്തോട് ചെയ്ത വീഡിയോ ആണ്. അതിന്റെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഓൺ ആയിരുന്നല്ലോ. ഓൺ ആവാതെ എന്തായാലും അത് ചെയ്യാൻ ചാൻസ് കുറവാണ്. സമൂഹത്തെ നന്നാക്കാൻ ചെയ്ത ആ വീഡിയോയുടെ മോണിറ്റൈസേഷൻ നിങ്ങളും ഓൺ ആക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. അതും പോട്ടെ, രണ്ടാമത് നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റി ചെയ്ത ഒരു വീഡിയോ, നിങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള തരത്തിൽ ചെയ്ത വീഡിയോ. ആ വീഡിയോയിലും നിങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോ കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നുള്ള തരത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വിച്ച് മീൻസ് അതും സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത വീഡിയോ ആണ് അല്ലേ? ആ വീഡിയോയുടെയും മോണിറ്റൈസേഷൻ നിങ്ങളുടെ ഓൺ ആയിരുന്നല്ലോ അല്ലേ? അപ്പോ നിങ്ങൾ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോയുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് ഓൺ ആക്കാം, പക്ഷെ നമുക്ക് ഓൺ ആക്കാൻ പറ്റില്ല. അത് എവിടുത്തെ നടപടിയാണ്? ഇത് ഇവിടുത്തെ ന്യായമാണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ 2 കാലം വന്നുള്ള ഒരാൾ വന്ന് ഒറ്റക്കാലം വന്നുള്ളവരെ നോക്കി ചിരിക്കുന്ന പോലുള്ള ഒരു ഏർപ്പാടാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇനിയെങ്കിലും സമ്മതിക്കും 4 പേരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ പ്രാക്കാണെന്നുള്ളത് നിങ്ങൾ അത് സമ്മതിക്കണം. റിയാക്ഷൻ വീഡിയോക്കാര് സമ്മതിക്കണം. ഇവിടെയും പറയുന്നത് റിയാക്ഷൻ വീഡിയോക്കാർ സമ്മതിക്കണം. നമ്മൾ ചെയ്ത നല്ല വീഡിയോസ് ഒന്നും ഇവർ കണ്ടിട്ടില്ല. നിങ്ങളെ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കല്യാണത്തിന് പല ചാനലിലും കയറി നിങ്ങൾക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടപ്പോൾ ആ ചാനൽ മൊത്തം കുത്തിയിരുന്ന് അവരുടെ കമന്റ് പൊക്കിക്കൊണ്ട് വന്ന് അവരെ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ പറഞ്ഞതിന് അവരുടെ വായിൽ നിന്ന് ഞാൻ തെറിവിളി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്നും ദീപ്തി സീതത്തോട് കാണത്തില്ല. ഇത് ഞാൻ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി ഒന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഞാൻ അടക്കമുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മണ്ടന്മാര്. അതാ പറയാ, ഇങ്ങനെ തന്നെ പറയണമേ. റിയാക്ഷൻ വീഡിയോക്കാർ സമ്മതിക്കണം. മറ്റുള്ളവന്റെ ഒന്നും പറയുന്നില്ല, ബാക്കി കേൾക്കാം. കാരണം നിങ്ങൾ ഒരു വീഡിയോ ഒരാളുടെ എടുത്ത് നോക്കുമ്പോൾ അത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്നത്, എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് ഇട്ട ആ ഒരു ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ, ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത്. അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറഞ്ഞ പല പോയിന്റ്സും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. അത് എടുത്തു വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത്രയും സഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ വിശ്വസിച്ചു. പ്രൂഫ് ഒന്നും വെച്ചിട്ടല്ല നിങ്ങൾ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ വിശ്വസിച്ചു. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് വിശ്വസിച്ചത്. അല്ലാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഞാൻ അവിടെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആളുകളിലോട്ട് നിങ്ങളെ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പല ആൾക്കാരും ആ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ഏതാണ്ട് 90% മുകളിലുള്ള ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. എന്നിട്ടും ഇവർ വന്നിട്ട് പറയുന്നത് നെഗറ്റീവ് എവിടെങ്കിലും നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം പോസിറ്റീവിനേക്കാളും കൂടുതൽ സ്പ്രെഡ് ആവുന്ന സാധനം അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കുന്ന സാധനം നെഗറ്റിവിറ്റി തന്നെയാണ്. അത് പക്ഷെ എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡോടുകൂടി കാണില്ല. നല്ലത് കണ്ട നമ്മൾ നല്ലതെന്ന് പറയും. മനഃപൂർവ്വം നിങ്ങളെ പിടിച്ച് നെഗറ്റീവാക്കി അല്ലെങ്കിൽ നിങ്ങളെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യവും ഒരു ഗതികേടും ഒരു യൂട്യൂബറിനും ഇല്ല. കണ്ടന്റിന് ഒരു ക്ഷാമം ഇല്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്മാർ എത്രത്തോളം കാലം ഈ ഭൂമിയിലുണ്ടോ അത്രത്തോളം കാലം ഇവിടെ ഓരോ സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങളെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെയൊക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ണുന്നത്. ഒന്നത് നമുക്ക് ഈ ലോകത്ത് ഒരു സാധനം, ഒരു ഫുഡാണെങ്കിലും സിനിമയാണെങ്കിലും ഒരു സാധനം, ഒരു പ്രോഡക്റ്റും 100% ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, അതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോ പലതരത്തിലുള്ള ഒപ്പീനിയൻസ് വരും. അത് കമന്റിന്റെ രൂപത്തിൽ വരും, അത് വീഡിയോസിന്റെ രൂപത്തിൽ വരും. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാതിരി പണിക്ക് നടക്കാവൂ. അല്ലാതെ നിങ്ങളെ 24/7 നിങ്ങളെ എന്തിട്ടാലും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കമന്റ് മാത്രം വരണം എന്നൊരിക്കലും വാശി പിടിക്കരുത്. കാര്യം അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. 99 പേര് നല്ലതെന്ന് പറയാൻ ചിലപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയും നിങ്ങൾ ഉടായിപ്പാണെന്ന്. ആ ഒരുത്തൻ മാന്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെങ്കിൽ അതും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ഇതുണ്ടാവണം. അല്ലാതെ ഇവിടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കാൻ പറ്റില്ല. അതല്ലാതെ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാക്കാണ് നീയൊക്കെ മാമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ദീപ്തി സീതത്തോടെ ഇത്രയും നാള് നിങ്ങളോടൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, അത് കളഞ്ഞു വിളിക്കരുത് പ്ലീസ്. 2, പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട്. നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം. 2, പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട്. നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം. എന്റെ പൊന്നെ, നല്ലത് പറഞ്ഞാൽ അനുഗ്രഹത്തോടു കൂടി കഴിക്കാമെന്നാണ് ഗൈസ് പറയുന്നത്. ഇനിയിപ്പോ നാളെ തൊട്ട് ഇവരെ പറ്റി നല്ലത് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി നിൽക്കണം അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട്. ചോറുമായിട്ട് ചെന്ന് നമ്മൾ നിൽക്കണം. അത് പറയുന്നില്ല, എന്തോന്നാണ് ഇതൊക്കെ. പിന്നെ ഡിഫമേഷന് നമ്മള് സ്റ്റേഷനിൽ കേസെടുക്കാൻ വകുപ്പില്ല. നമ്മളൊരു ഡയറക്റ്റ് കോടതിയിലാണ് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരുടെയും പേരിൽ കൊടുക്കും. കമന്റ് ഇട്ട് ഓരോ നിങ്ങളുടെ ഫേക്ക് ഐ ഡി എന്നാ കമന്റ് ഇട്ടെന്നുള്ളതിന്റെ ഒരു ധൈര്യം വേണ്ട. ഫേക്ക് ഐ ഡി ആണെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ അവർക്കത് എടുക്കാൻ പറ്റും. അതിൽ നിന്നും നിങ്ങളെ കണ്ടെത്തും. കുറച്ചൊന്ന് കോടതി കയറി ഇറങ്ങേണ്ടി വരും, ഉറപ്പാ. എന്റെ സമയം പോയാലും വേണ്ടിയില്ല. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാനും കയറിക്കോളാം, കുഴപ്പമില്ല. അപ്പൊ ഇവർ ആർക്കാണ്ടൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കമന്റ്സിനും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തില് അല്ലെങ്കിൽ സെക്ഷലി എന്തെങ്കിലും വൾഗറായിട്ട് പറയുന്ന തരത്തിലൊക്കെ സംസാരിക്കുവാണെങ്കിലാണ് കൂടുതലും ആ ഒരു കേസ് നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ ഒരു മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിൽ ആ കേസ് നിലനിൽക്കത്തില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹണി റോസിന്റെയും മറ്റേ രാഹുൽ ഈശ്വറിന്റെയും ആ ഒരു കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാഹുൽ ഈശ്വർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഹണി റോസ് കൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. എന്നിട്ട് രാഹുൽ ഈശ്വറിന് എന്തെങ്കിലും പറ്റിയോ? രാഹുൽ ഈശ്വറിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താ? പുള്ളിക്കാരൻ ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചിട്ടുണ്ട്. എന്നാ അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചോ? ഇല്ല. സെക്ഷലി എന്തെങ്കിലും ഡിനോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കോടതിക്ക് അതിനകത്ത് കേസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളെ ആ ഒരു രീതിയിൽ ഏതെങ്കിലും കമന്റ്സിലൂടെ ആരെങ്കിലും അവമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കേസ് എടുത്ത് അകത്തിടാനുള്ള വകുപ്പുണ്ട്. അല്ലാതെ ഒരു നോർമൽ രീതിയിൽ വളരെ മാന്യമായി ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ പേരിൽ കേസ് കൊടുത്താലും അത് നിലനിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്താണെങ്കിലും നമ്മളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. ആരൊക്കെയാണ് അകത്തു പോകുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിപ്പോ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇവരെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എനിക്ക് തന്നെ എന്തോ നമ്മളൊക്കെ ഇത്രയും നാൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വെറുതെ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരുമാതിരി നന്ദിയില്ലാത്ത രീതിയിലുള്ള സംസാരം പോലെ ഫീൽ ചെയ്തു. ഉള്ള കാര്യം പറയാലോ. ഇവർക്ക് ആരെടുത്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് സംസാരിക്കാം. അതിനുള്ള തന്റെ ഇടം ഇവർക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഈ മാതിരി അപരാധികളാണ് അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ടീംസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ഈ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നമ്മൾ സംസാരിക്കും, ശരി കണ്ടു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. അല്ലാതെ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് ഇരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.